ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഇടയിലുള്ള ഒരധോ ലോകത്തിലോട്ടാണ് കേട്ടോ ഗൈസ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ആ ലോകത്തിലോട്ട് പോകുന്നെങ്കിൽ കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ട് ബാൻഡൊക്കെ വേണം കേട്ടോ ഗൈസ്. എന്നാലാണ് കേട്ടോ ഗൈസ് നമുക്ക് ആ അധോ ലോകത്തിലോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ആ ബോർഡ് നോക്കിയാൽ മനസ്സിലാവും ഗൈസ് ഞങ്ങൾ എവിടെയാണ് പോയതെന്ന്. അപ്പോൾ ഗൈസ്, നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഒരു ഗൊറില്ലയാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ വെൽക്കം ചെയ്യാനുണ്ടായിരുന്നത്. ഇതിൽ കിഡ്സിന് 400 റുപ്പീസും അഡൽട്ട്സിന് 800 റുപ്പീസുമാണ് കേട്ടോ ഗൈസ് ഉള്ളത്. അങ്ങനെ ഗൊറില്ലയ്ക്ക് ഒരു ഹായും ബായും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഈ ഒരു ഇഗ്വാനയുടെ സ്റ്റാച്യൂടെ അടുത്തോട്ടാണ് കേട്ടോ ഗൈസ്. കേസ് അവിടെ ഓടിയൊക്കെയാണ് കേട്ടോ ഗൈസ് വന്നെ. നിങ്ങൾക്കല്ല പെർഫെക്ഷൻ നോക്കിയാൽ മനസ്സിലാവും ഗൈസ് അത് എത്ര ഇതായിട്ടാണ് കേട്ടോ ഗൈസ് ചെയ്തിരിക്കുന്നത്. ഇഗ്വാന അവിടെ ഒറിജിനലായിട്ടുള്ള ഇഗ്വാനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾ അതിനെയൊന്നും പിടിക്കാൻ നിന്നില്ല. അപ്പോൾ ഗൈസ്, ആ ഹോഴ്സ് റൈഡിങ്ങിനൊക്കെ നമുക്ക് എക്സ്ട്രാ ഫീസ് കൊടുക്കണം കേട്ടോ ഗൈസ്. അവിടെ ഒരു ബട്ടർഫ്ലൈനെ കണ്ടു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വേറൊരു 3D എഫക്റ്റ് പോലെ ചെയ്യാൻ നോക്കിയതാണ്. ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ചിറക് വെച്ചതുപോലെ ആക്കാൻ നോക്കിയതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെ പോയത് ഒരു കേജിലോട്ടാണ് കേട്ടോ ഗൈസ്. ആ കേജിൽ കുറേ ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ കേജിലോട്ട് കയറിയപ്പോൾ തന്നെ ഡബിൾ സെക്യൂരിറ്റി ആയിട്ട് 2 തവണ ചെയിനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ കണ്ടോ ഗൈസ് ഞങ്ങളൊരു ഫിഷിൻ്റെ ഷേപ്പിലുള്ള ഒരു പോണ്ട് ഗൈസ്. അല്ല, ഫീഡൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര ത്രില്ലായിട്ടോ ഗൈസ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഗൈസ്, എനിക്ക് കൈയിടാൻ പേടിയായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല കേട്ടോ ഗൈസ്. അച്ഛൻ കൈയിട്ടൊക്കെ നോക്കി, പക്ഷേ അച്ഛൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ ഞാൻ പേടിച്ച് കൈയിട്ടില്ല കേട്ടോ ഗൈസ്. വേറെ ആരും കൈയിട്ടില്ല. കേശു ആണ് കേട്ടോ ഗൈസ് ഇതിൽ പോണം പാർക്കിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് ഒന്നിലും തൊടാണ്ടാണ് കേട്ടോ ഗൈസ് കേശു വന്ന് നല്ല വിഷയം പോണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അത് നിങ്ങൾ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സൗണ്ട് സെൻസേഷൻ വച്ച് അമ്മയുടെ അടുത്തേക്ക് അമ്മയൊക്കെ വർത്താനം പറയുമ്പോൾ അങ്ങോട്ട് വരുവാണ് കേട്ടോ ഗൈസ്. എനിക്ക് ആദ്യമായിട്ടായിരുന്നു അറിയാവുന്ന ഇതിന് സൗണ്ടൊക്കെ സെൻസ് ചെയ്ത് വരാൻ പറ്റുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് അപ്പുറത്ത് ഇതുണ്ടായിരുന്നു കേട്ടോ ഗൈസ്, ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബേർഡ്സിനെയാണ് കേട്ടോ ഗൈസ് ഫീഡ് ചെയ്യാൻ പോയേ. ഞങ്ങൾ എൻ്റെ കുറേ ഫോട്ടോസാണ് കേട്ടോ ഗൈസ് എടുത്തോളൂ. അങ്ങനെ എൻ്റെ കയ്യിൽ വന്നിരുന്നു കേശു ആണ് കേട്ടോ ഗൈസ്. കേശു അതിനൊന്നും തൊട്ടില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ബേർഡ്സിനെയൊക്കെ പിടിച്ച് തൊട്ട് അതിൻ്റെ തലയിലൊക്കെ വന്നിരുന്നു കേട്ടോ ഗൈസ്. നിങ്ങൾ ആ പോണ്ട് നോക്കിയ ഗൈസ് ഫിഷിൻ്റെ. അപ്പം ഞങ്ങൾ പിന്നെ എടുക്കാൻ പോയത് ഒരു ടേർട്ടിലിനെയാണ് കേട്ടോ ഗൈസ്. ടേർട്ടിലിനെ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് കൊണ്ട് ഞാൻ ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ ഗൈസ് ടേർട്ടിലിനെയൊക്കെ എടുക്കാൻ. ഇത് പിന്നെ ഒരു ആഫ്രിക്കൻ ടേർട്ടിലാണെന്നും കൂടി അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടോ ഗൈസ്. നിങ്ങൾ കണ്ടോ ഈ ക്രൗഡൊക്കെ? അപ്പോൾ ഗൈസ്, ഞങ്ങളിത് എടുക്കുവാണ് കേട്ടോ ഗൈസ്. കേശു ഒന്നും എടുത്തില്ല, കേശു അമ്മ എടുത്തില്ല കേട്ടോ. അപ്പം ഞാനും അച്ഛനുമാണ് കേട്ടോ എടുത്തത്. അതിൻ്റെ 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളത് എടുത്തപ്പോൾ ഗൈസ് ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ എഴഞ്ഞെഴുഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെയായി. അപ്പം തന്നെ അത് അച്ഛൻ മേടിച്ചു കേട്ടോ ഗൈസ്. അതിൻ്റെ ഇത് കാലൊക്കെ നല്ലോണം അനങ്ങുണ്ടായിരുന്നു. നിങ്ങളത് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത ത്രില്ലിങ് സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂട്ടുകാരെ നമ്മൾ പോകുന്നത്. ഇവിടെ കുറേ ബേർഡ്സിനെ കൂട്ടിലിട്ടായിട്ട് സെപ്പറേറ്റ് വളർത്തുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത ത്രില്ല് എന്താണെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ഔട്ട് ഞങ്ങൾ കണ്ടുപിടിച്ച് ആ വഴി പോവുകയാണ് കേട്ടോ. ആ ആൻറ്റി വന്ന് ഡോറൊക്കെ തുറന്നു തരുവാണ്. ഞങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല. ഈ ഇറങ്ങുന്ന സ്ഥലത്തായാലും ഇതുണ്ട് കേട്ടോ ഗൈസ്, ചെയിൻസ് ഡബിൾ സെക്യൂരിറ്റി ആയിട്ട് ഇട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആ ഫുട്പാത്തിൽ കൂടെ നടന്ന് പോയപ്പോഴാണ് ഗൈസ് ഇരിക്കണ ഒരു ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടോ ഗൈസ്. ആ വാട്ടർഫാൾ നോക്കി കേട്ടോ ഗൈസ്, നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ട് ഞങ്ങൾ ആ ബ്രിഡ്ജിലിരുന്ന് കുറേ ഫോട്ടോസ് എടുത്തു, ഫാമിലി ഫോട്ടോ ആയിട്ടെടുത്തു. പിന്നെ ഗൈസ്
ഞങ്ങൾ കണ്ടത് ഈ ഗ്രാസ് ഹോപ്പറിനെയാണ്. മുകളിൽ ഞാൻ തംബ്നെയിലായിട്ട് കൊടുക്കുന്ന ഫ്ലോറഫോന എന്ന് പറഞ്ഞ ഇതുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കണ്ടത് ഗൈസ്, ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന ഓസ്ട്രിച്ചിനെയാണ് കേട്ടോ ഗൈസ്. ഫാസ്റ്റസ്റ്റ് ബേർഡാണ് കേട്ടോ ഗൈസ് ഓസ്ട്രിച്ച്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ സൈസൊക്കെ എത്രയാണെന്ന്. എന്നിട്ട് ആ അങ്കിളിനോട് ഞങ്ങളിത് കൊത്തുമെന്ന് ചോദിച്ചപ്പോൾ ഗൈസ് നല്ല സ്റ്റാഫായിരുന്നു. അതുകൊണ്ട് ഡെമോ പീസ് വരെ കാണിച്ചു തന്നു കേട്ടോ ഗൈസ്. അതെങ്ങനെയാണ് കൊത്തുന്നതിൽ കൈ വെച്ച് കാണിച്ചു തന്നു. അപ്പം ഞങ്ങൾ ചെയ്യണ്ട എന്നൊന്നും പണ്ട് കേട്ടില്ല ഗൈസ്. കൈയൊക്കെ വെച്ച് കാണിച്ചു തന്നു. അപ്പുറത്ത് വേറെ ഇത് ഓസ്ട്രിച്ച് അല്ലേ ഗൈസ്, അപ്പുറത്ത് എമു ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ ചോദിക്കണത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളോട്ട് പോകണമെന്നാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ പോയില്ല, ഞങ്ങൾക്ക് പേടിയായിട്ട് ആരും പോയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ എമുവിനെ കണ്ടിട്ട് എമു ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഗൈസ്. ഓസ്ട്രിച്ചിൻ്റെ എഗ്സൊക്കെ എല്ലാവരും എടുക്കൂട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഓസ്ട്രിച്ച് ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഗൂസ് ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. അത് ആ പോണ്ടൊക്കെ ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോണ്ടൊക്കെയാണ് കേട്ടോ അവിടെ. അതിൻ്റെ ബ്ലാക്ക് കളറൊക്കെ നോക്കിയ ഗൈസ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഓറഞ്ച് ഇതും. അപ്പം ഞങ്ങൾ അവിടെ കൂടെ നല്ലൊരു ഇതായിരുന്നു കേട്ടോ ഗൈസ്, ഫുട്പാത്ത് പോലെ. അങ്ങനെ ഞങ്ങൾ നടന്ന് പോയപ്പോൾ അതെ ഗൈസ് അവിടെ ഒരു ഫോട്ടോ എടുക്കണ ഒരു സ്ഥലം കേട്ടോ ഗൈസ്. ഞങ്ങളതൊന്നും പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യില്ല, ഞങ്ങൾ പെട്ടെന്ന് പോയിട്ടില്ല ഗൈസ്. അവിടെ നിന്ന ഒരു ബുള്ളിനെ കണ്ടു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ കൂടുതൽ ഫോട്ടോയാണ് കേട്ടോ എടുത്ത്. പിന്നെ അതേ പോകുമ്പോൾ ഡക്സ്. അപ്പം ഗൈസ് ഇവിടെ ഫുൾ ആനിമൽസാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് സൂവിൽ പോയില്ലെങ്കിലും എല്ലാം കൂടുതൽ ആനിമൽസിനെയൊക്കെ ഇവിടെ പിന്നെ ഞങ്ങൾ ഇതെത്തി കേട്ടോ ഗൈസ്. കുറേ പ്ലാന്റ്സിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, കുറേ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സിൽ തന്നെ. അപ്പം ഗൈസ് ഇവിടെയുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ അല്ല, വേൾഡിലുള്ള എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. ഫ്രൂട്ട്സിൻ്റെ തന്നെ പല വെറൈറ്റീസാണ് കേട്ടോ ഗൈസ് ഇവിടെ ഉള്ളത്. പ്ലമ്മിൽ വേറെ വെറൈറ്റീസ് ഉണ്ട്, ഓറഞ്ചിലുണ്ട്, പപ്പായയിലുണ്ട് ഉണ്ട്. അപ്പം ഗൈസ് നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ കാണാം, ഇപ്പം ഞാൻ കാണിച്ചത് ഗ്രേപ്സിൻ്റെ അല്ല, സോറി ഗൈസ്, ഞാൻ ബെറീസിൻ്റെ കാണിച്ചു, ഓറഞ്ചിൻ്റെ കാണിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ പർപ്പിൾ പ്ലം വരെ കാണിച്ചു കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ ഗൈസ്. ഇതിൽ ഒരില പോലും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് കേശം ഒന്ന് വീണു, അത് മൈൻഡ് ആക്കണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് വെൽ മെയിൻറ്റെയിൻഡ് ആണ്, ഒരില പോലും ഇല്ല. അവർ ഡെയിലി വാട്ടറൊക്കെ ചെയ്യും. പിന്നെ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മളൊന്നും പ്ലക്ക് ചെയ്യരുത്. ഇപ്പം നിങ്ങൾ വീഡിയോ ആയി വരെ കാണിക്കേണ്ട കേട്ടോ ഗൈസ്, ഞങ്ങൾ ഇത് ചെയ്യേണ്ടെന്ന്, മെയിൻറ്റെയിൻ വാട്ടറൊക്കെ ചെയ്യേണ്ടെന്ന്. അപ്പോൾ ഗൈസ് ഇതിൽ അവർ നേരത്തെ ഞങ്ങൾ കയറുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഫ്രൂട്ട്സ് ഒന്നും പ്ലക്ക് ചെയ്യരുത്, അതൊക്കെ മെയിൻറ്റെയിൻഡ് ആയതുകൊണ്ട്. അപ്പോൾ ഗൈസ് അതിൻ്റെ കൂടെ ഞങ്ങൾ നടന്ന് പോകുമ്പോൾ കേട്ടോ ഗൈസ് അതിൻ്റെ അപ്പുറത്ത് സൈഡിൽ ഗൈസ് ഞങ്ങൾ കണ്ടത് സ്ട്രോബെറീസ് ഗൈസ്. പിന്നെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിൻ്റെ സ്പോട്ട് എവിടെയാണെന്ന്. നമ്മൾ അടിമാലിക്ക് മുമ്പുള്ള എക്കോ പാർക്കാണ് കേട്ടോ ഗൈസ് ഇത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെ സ്ട്രോബെറീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് നമ്മൾ പോയത് അവിടെ കുറേ സ്നേക്സിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഗൈസ്. ഞങ്ങൾ ഭയങ്കര പേടിയായിരുന്നു. അത് പിന്നെ ബോൾ പൈത്തനാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ഞങ്ങളത് മേത്തൊന്ന് തൊടാൻ പോലും തൊട്ടില്ല കേട്ടോ ഗൈസ്. ഞങ്ങൾ ആ റൂമിൽ നിന്ന് ഞങ്ങൾ കയറി ഇറങ്ങി. അവിടെ കുറച്ച് 2 സ്നേക്സ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾ പേടിയായിട്ട് ഞങ്ങൾ അതൊന്ന് തൊടാൻ പോലും പോയില്ല കേട്ടോ ഗൈസ്. അതിൻ്റെ നാക്കൊക്കെ ഇട്ട് കാണിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ഞങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ് കേട്ടോ ഗൈസ് സ്നേക്ക്. അവിടെ ഹാംസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ആർട്ടിഫിഷ്യൽ റെയിൻ. ഗൈസ് നിങ്ങൾ ആർട്ടിഫിഷ്യൽ റെയിൻ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. ഇതാണ് കേട്ടോ ഗൈസ് ആർട്ടിഫിഷ്യൽ റെയിൻ. മുകളിൽ നിന്ന് കുറേ ചേട്ടന്മാരൊക്കെ നിന്നിട്ട് വെള്ളം ഒഴിക്കലാണ് കേട്ടോ ഗൈസ്. ഇത് കൗസാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് കൗസിനെയൊക്കെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കുറേ ഷീപ്പും ഗോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ.
ഒരു ഷീപ്പ് ചൈനയിൽ നിന്നുള്ളതാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ അതിൻ്റെ കുറേ തൊട്ടൊക്കെ നോക്കി, അതിൻ്റെ സൈഡിൽ നിൽക്കണതിലൊക്കെ ഞങ്ങൾ തൊട്ട് നോക്കി. എൻ്റെ മോനെ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൊമ്പ് നോക്കിയാൽ മനസ്സിലാവും ഇതായി ഇവിടെയൊന്നും ഉള്ളതല്ല. ഞങ്ങൾ ആ അറ്റത്തുള്ളതിനൊക്കെ തൊട്ട് നോക്കി കേട്ടോ, അതിനൊക്കെ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്നോട്ടോ ഗൈസ്, അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പം നമ്മളിവിടുത്തെ ഗോഡ്സിനെയൊക്കെ തൊട്ട് ആ ആൻറ്റിയാണ് കേട്ടോ ഗൈസ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്. ഞാൻ ഈ പല തവണയായിട്ട് ഈ ഗോഡ്സിനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇപ്പം അത് പറയുവാണ് കേട്ടോ ഗൈസ്, അല്ലെങ്കിൽ ഭയങ്കര ഇതാണെന്ന്. പിന്നെ അവിടെ പീക്കോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കില്ല പീക്കോക്കിനെ കാണുന്നത് ഗൈസ്. പീക്കോക്കൊക്കെ ഉണ്ട്. സ്മോളസ്റ്റ് പീക്കോക്കാണ് കേട്ടോ ഗൈസ് ഇവിടെ ഉള്ളത്. ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഭയങ്കര സ്മോളാണ്. ആൻറ്റിയാണ് കേട്ടോ ഗൈസ് ഞങ്ങൾക്ക് ഈ ഇതെല്ലാം പറഞ്ഞു തന്നത്. പിന്നെ ഞങ്ങൾ ആഫ്രിക്കൻ ടേർട്ടിലിൻ്റെ കാര്യമൊക്കെ ആ ആൻറ്റിയാണ് കേട്ടോ ഗൈസ് പറഞ്ഞത്. നിങ്ങൾക്ക് അതിൻ്റെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഗൈസ്, അവിടെയുള്ള ഒരു കുഞ്ഞി ഇത് പീക്കോക്ക്. അപ്പം ഞങ്ങൾ ആർട്ടിഫിഷ്യൽ റെയിനിക്കോടെ ഒന്നും അധികം നടക്കാൻ നിന്നില്ല, പനി പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞങ്ങൾ ആ വഴി നടന്ന് പോകുമ്പോൾ ഞങ്ങൾ പിന്നെ ആ ഷീപ്പിൻ്റെയും ഗോട്ടിൻ്റെയും ആ സെക്ഷനിലെത്തി. എന്നിട്ട് ഞാൻ പറയുവാണ് കേട്ടോ അതുമ്മ തൊട്ടാൽ ഭയങ്കര സോഫ്റ്റാണെന്നൊക്കെ. എന്നിട്ട് അച്ഛനൊക്കെ പോയി തൊട്ട് നോക്കുവാണ് കേട്ടോ ഗൈസ്. ഭയങ്കര സോഫ്റ്റായിരുന്നു. കേശു ആ ഗോട്ടിനെ മാത്രമാണ് വന്നിട്ട് തൊട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ആ ബാഡ്ജൊക്കെ നോക്കിയാൽ കാണാം. ബാഡ്ജല്ല ഗൈസ്, ബാൻഡ്, സോറി. അതൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ ഗൈസ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. കുറേ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നോക്കുവാണ് കേട്ടോ ഗൈസ്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കുറേ തവണ ചെയ്ത് നോക്കി. ഞങ്ങൾ ടീച്ചറൊക്കെ പറഞ്ഞതിൻ്റെ വേൾഡ് സോഫ്റ്റസ്റ്റ് വൂളാണ് പാഷ്മിന വൂളെന്ന്. അതുകൊണ്ട് ഞങ്ങൾ അതാണോ എന്നുള്ള സംശയത്തിലിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ആർട്ടിഫിഷ്യൽ റെയിനിൽ കൂടെ നടന്നതാണ്. റെയിനിൽ ശരിക്കും കട്ടയായിട്ടല്ലേ ഗൈസ് വന്നെ. സ്മോളസ്റ്റ് കവാണ് കേട്ടോ ഗൈസ് ഇവിടെ പിന്നെ ഫുള്ള് സ്മോളസ്റ്റാണ്. അതിൻ്റെ സ്മോളസ്റ്റ് കവിനെ കണ്ടു. ഞങ്ങൾ അവിടെയൊക്കെ കുറേ കാണാനുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷെ എന്താ ചെയ്യുക, ഞങ്ങളത് മിസ് ചെയ്തു കേട്ടോ ഗൈസ്. കാരണം ഞങ്ങൾ അവിടെ അധികം ഇതിൽ നിന്നില്ല. ഞങ്ങൾ നൈസായിട്ട് ആ സൈഡിൽ കൂടെ പോയി. പിന്നെ ട്രീ ഹൗസൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അതിലും ഒന്നും കയറിയില്ലായിരുന്നു ഗൈസ്, ടൈം ഉണ്ടായില്ല ഗൈസ്. ഞങ്ങൾ അവിടെ നടന്ന് ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടായിരുന്നു, ഞങ്ങളവിടെ പോയില്ല കേട്ടോ കൂട്ടുകാരെ. ഞങ്ങളിങ്ങനെ നടന്ന് കേശുക്കുട്ടനുണ്ട് കേട്ടോ ഗൈസ് നമ്മുടെ കൂടെ. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് കുറേ ദൂരം പോയിട്ടാണ് കേട്ടോ ഗൈസ് ഞങ്ങൾക്ക് കിട്ടിയ ആർട്ടിഫിഷ്യൽ റെയിനിൽ. ഞങ്ങൾ അധികമൊന്നും കയറാൻ നിന്നില്ല. ഇത് സർക്കിളിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ ഗൈസ് ഇത് ഫുള്ളും ഉള്ളത്. ഞങ്ങൾ ലാസ്റ്റ് ഫുള്ള് നടന്ന് പോയിട്ട് കേശു പറയുവാണ് കേട്ടോ ഗൈസ്, ആർട്ടിഫിഷ്യൽ റെയിൻ്റെ അവിടെ ഹെന്നൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അധികം ഒന്നും വീഡിയോ എടുത്തില്ല. ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാം ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ട്. എന്നിട്ട് കേശുവിൻ്റെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം എത്തും ഗൈസ്. അതിൻ്റെ പേരെന്താ? അപ്പോൾ നമ്മൾ പാർക്കിലെത്തി കൂട്ടുകാരെ. നമ്മൾ പാർക്കിൽ കുറേ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സാധാരണ ഒരു പാർക്ക് പോലെ. അതിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കുന്ന ഒരു സംഭവം, അതിലൊക്കെ ആദ്യം ഞങ്ങൾ കയറിയത് ഇങ്ങനെ റൗണ്ടിലുള്ളത് അതിലാണ് കേട്ടോ കൂട്ടുകാരെ നമ്മൾ കയറിയത്. അതിങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ തനിയെ കറങ്ങും. കേശുവിൻ്റെ ലാസ്റ്റ് തല ഇറങ്ങിയിട്ട് സീറ്റിൽ നിന്നൊക്കെ തെറിച്ചു പോയായിരുന്നു. എന്നിട്ട് കേശു അതിലൊക്കെ ഓടി നടന്നാണ് കേട്ടോ കൂട്ടുകാരെ കയറുന്നത്. കേശു ഞാനും പോയി ട്രാംപോളീനിൽ കയറി കേട്ടോ ഗൈസ്. ഞാൻ ചാടുമ്പോൾ കേശു കിടന്ന് അവിടെ നിലത്ത് കിടന്ന് ചാടുവാണ് കേട്ടോ ഗൈസ്. കേശുവിന് ഭയങ്കര പണിയായിരുന്നു കേട്ടോ ഗൈസ് കേശുവിന്. പിന്നെ കേശുവിന് പറ്റിയൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്, ഒരു സ്വിങ് ഉണ്ടായിരുന്നു. ആ സ്വിങ്ങിലും ഞങ്ങൾ കയറി. പിന്നെ ഈ ക്ലൈംബ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ആ റൗണ്ട് സ്ലൈഡിൽ കൂടെ വരുവാണ് കേട്ടോ ഗൈസ്. പിന്നെ ഈ 2 പേർക്ക് കയറാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ സീസോയൊക്കെ അറിയാമല്ലോ, അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ ഗൈസ്. ഇത് ഫിഷിൻ്റെ ഒരു ഷേപ്പിലുള്ളത്.
അപ്പോൾ കൂട്ടുകാരെ അവിടെ റെഡും യെല്ലോയും ആണ് കേട്ടോ കൂട്ടുകാരെ നമുക്ക് അതിൻ്റെ ഉണ്ടായിരുന്നത്. പിന്നെ ഗൈസ് ഞങ്ങൾ ഇഗ്വാനേനെ കണ്ടു. രണ്ടാമത്തെ തവണ ഞാൻ പിന്നെ ഒന്നോടെ 2 എണ്ണം കയ്യിലെടുത്തു, ഒരെണ്ണം അപ്പുറത്തെ കയ്യിലെടുത്തു, ഒരെണ്ണം തലേ വെച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ബേർഡ്സിനെയും കാര്യങ്ങളെയും ഒക്കെ ചെയ്തു കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സ്ഥലത്തൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.